നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. പറന്നുയർന്നതിന് തൊട്ടുമുമ്പ് വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ചു. ഉടനടി യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി. ജോർജ് ബുഷ് ഇൻഡോർ കോണ്ടിനെന്റ് വിമാനത്താവളത്തിലായിരുന്നു സംഭവം. 100-ലധികം യാത്രക്കാരുമായി ഹൂസ്റ്റണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ യുണൈറ്റഡ് എയർലൈൻസിന്റെ വിമാനത്തിന്റെ എഞ്ചിനാണ് തീപിടിച്ചത്. പറന്നുയർന്നതിന് തൊട്ടു മുൻപാണ് എഞ്ചിനുകളിൽ ഒന്നിന് തീപിടിച്ചതെന്ന വിവരം ക്രൂവിന് ലഭിച്ചതെന്നും റൺവേയിൽ ഇരിക്കെ തന്നെ ഉടൻ ടേക്ക് ഓഫ് നിർത്തിയെന്നും എയർലൈൻ കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇതിൽ എഞ്ചിനുകളിൽ ഒന്നു നിന്ന് തീയും പുകയും പുറത്തേക്ക് വരുന്നത് കാണാം. ഭയചകിതരായ യാത്രക്കാർ വിമാനത്തിൽ നിന്ന് തങ്ങളെ പുറത്തിറക്കാൻ ആവശ്യപ്പെടുന്നതും കേൾക്കാം. ദയവായി ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കൂ എന്ന് ഒരു യാത്രക്കാരൻ അപേക്ഷിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 104 യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കിയെന്നും ആർക്കും പരിക്കുകളില്ലെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവർക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള മറ്റൊരു വിമാനം യാത്രയ്ക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ യാത്രാ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. വാഷിംഗ്ടൺ വിമാനത്താവളത്തിലാണ് അപകടമുണ്ടായത്. സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുമായാണ് വിമാനം കൂട്ടിയിടിച്ചത്. കാൻസാസിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് വന്ന വിമാനത്തിലാണ് അപകടമുണ്ടായത്. US സമയം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. 64 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഫെഡറൽ ഏവിയേഷൻ ഏജൻസി വ്യക്തമാക്കിയിരുന്നു. അപകടത്തെ തുടർന്ന് വിമാനം സമീപത്തെ നദിയിൽ വീഴുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി ബോട്ടുകൾ ഉൾപ്പെടെ സജ്ജമായിരുന്നു. അപകടത്തെ തുടർന്ന് വാഷിംഗ്ടൺ വിമാനത്താവളം അടയ്ക്കുകയും വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. ദക്ഷിണ സുഡാനിലും ചെറുവിമാനം തകർന്ന് 20 പേർ മരിച്ചിരുന്നു. ചൈനീസ് ഓയിൽ കമ്പനിയായ ഗ്രേറ്റർ പഴനിയർ ഓപ്പറേറ്റിംഗ് കമ്പനി ചാർട്ട് ചെയ്ത വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. തലസ്ഥാനമായ ജൂബിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിൽ 2 പൈലറ്റുകൾ ഉൾപ്പെടെ 21 പേരാണ് ഉണ്ടായിരുന്നത്. ചൈനീസ് ഓയിൽ കമ്പനിയായ ഗ്രേറ്റർ പഴനിയർ ഓപ്പറേറ്റിംഗ് കമ്പനി ചാർട്ട് ചെയ്ത വിമാനമാണിത്. തലസ്ഥാനമായി ജൂബിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിൽ 2 പൈലറ്റുമാർ ഉൾപ്പെടെ 21 പേർ ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് വിമാനം തകർന്നതെന്ന് യൂണിറ്റി സ്റ്റേറ്റ് ഇൻഫർമേഷൻ മന്ത്രി ഗാറ്റ്വെച്ച് ബിപാൽ പറഞ്ഞു. ദക്ഷിണ സുഡാൻ തലസ്ഥാനമായ ജുബൈലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനായി എണ്ണപ്പാളത്തിന് സമീപത്ത് നിന്ന് പറന്നുയരുന്നതിനിടെയാണ് വിമാനം തകർന്നത്. അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾ അധികൃതർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. വിമാനത്തിൽ എണ്ണ കമ്പനി തൊഴിലാളികളായിരുന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപകടത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിപാൽ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല. സമീപ വർഷങ്ങളിൽ ദക്ഷിണ സുഡാനിൽ നിരവധി വിമാനാപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 2011 സുഡാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ദക്ഷിണ സുഡാൻ മേഖലയിൽ പ്രധാന എണ്ണ ഉൽപാദകരാണ്. 2018 സെപ്റ്റംബറിൽ തലസ്ഥാനമായ ജൂബയിൽ നിന്ന് ഇറോൾ നഗരത്തിലേക്ക് യാത്രക്കാരുമായി പോയ ഒരു ചെറിയ വിമാനം തകർന്ന് 19 പേർ മരിച്ചിരുന്നു.